Good morning, my dears. Today we are going to discuss about a new chapter and I am your English faculty, Akshaya Ajeesh. So, welcome. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ്. ഒരു പുതിയ ടോപ്പിക്, ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മുടെ പുതിയ വിഷയം എന്ന് പറയുന്നത്? എന്താണ്? ഇഡിയംസ്. എന്താണ് ഇഡിയംസ്? ഇഡിയംസ് അല്ല, ഇഡിയംസ്. എന്താണ് ഇഡിയംസ് എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷിലെ ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഡിയംസ്. ഇഡിയംസ് എന്താണ് ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാ ഇഡിയംസ് പറയാ? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ എന്താണ്? ശൈലികൾ. എന്താണ്? ശൈലികൾ. ഓക്കെ, എന്താണ്? ശൈലികൾ. നമുക്ക് നമ്മുടെ സംസാരത്തില്, നമ്മുടെ ഭാഷകളില് ഒക്കെ നമുക്ക് ഓരോ ശൈലികളുണ്ട് അല്ലെ? അപ്പോൾ ആ ശൈലിയെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് എന്ത്? ഇഡിയംസ്. ഇംഗ്ലീഷിൽ ഒരുപാട് ഇഡിയംസ് ഉണ്ട്. ഇപ്പൊ PSC എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ അറിയാം, PSC ക്വസ്റ്റ്യൻസിലൊക്കെ അധികം പലതരത്തിലുള്ള ഇഡിയംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും വരുന്നത്? അപ്പൊ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ഒരു ശൈലിയാണ്. ഒരു വേർഡ് ഇപ്പൊ നമുക്ക് തരും. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, വെറുതെ പുലിവാല് പിടിക്കണ്ടെന്ന് പറയില്ലേ? പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ അപകടം ഉണ്ടാക്കി വെക്കേണ്ട, അല്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും അതിന്റെ മീനിങ് വരുന്നത്. ശരിക്കും പുലിവാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ പുലിയുടെ വാല് പിടിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. പക്ഷെ ലിറ്ററലി എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? എന്താ വരുന്നത്? വെറുതെ അപകടം വരുത്തി വെക്കേണ്ട, അല്ലെങ്കിൽ വെറുതെ വേണ്ടാത്ത അപകടങ്ങൾ ഓരോന്നും ഉണ്ടാക്കി വെക്കേണ്ട എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ശൈലികൾക്ക് പറയുന്ന പേരാണ് ഇംഗ്ലീഷിൽ എന്ത്? ഇഡിയംസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഡിയംസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ എന്താ പറയാ, വളരെ എപ്പോഴും നമുക്ക് ചോദിക്കാറുള്ള കുറച്ച് ഇഡിയംസിനെ കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. ഇപ്പൊ PSCകളിലും അതുപോലെ തന്നെ നമ്മുടെ എക്സാമുകളിലും ഒക്കെ നമുക്ക് ചോദിക്കാറുള്ള കുറച്ച് ഇഡിയംസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശൈലികളാണ്. ശൈലികൾ. ഓക്കെ, രീതികൾ, ശൈലികൾ എന്നൊക്കെ പറയുന്നതാണ്. കറക്റ്റ് മലയാളത്തിൽ പറയുമ്പോൾ ശൈലികൾ എന്നാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിളോട് കൂടി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്ന വേർഡ് ആയിരിക്കില്ല ലിറ്ററലി അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നതായിരിക്കില്ല ലിറ്റററി അതിന്റെ മീനിങ്. ലൈക്ക് പഴഞ്ചൊല്ലുകളൊക്കെ പോലെ. ഓക്കെ, പഴഞ്ചൊല്ലുകളൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ഇഡിയംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താണ്? ശരിക്കും ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഒരു കേക്കിന്റെ ഒരു പീസ്, അതല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ അതിന് ലിറ്ററലി ഇഡിയംസിൽ വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി എന്നാണ്. ഓക്കെ, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ലിറ്ററലി ഇപ്പൊ നമ്മൾ ഇഡിയംസ് ആക്കുമ്പോൾ ലിറ്ററലി അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി എന്നാണ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഇഡിയംസ് നമുക്കിന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ പീസ് ഓഫ് കേക്ക്. ഇത് നമ്മുടെ PSC ക്വസ്റ്റ്യൻസില് അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സാമുകളിൽ ഇത്തരത്തിലുള്ള ഇഡിയംസ്, ഈ ഒരു ഇഡിയംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് എന്താണ്? ഇറ്റ്സ് വെരി ഈസി. ഇറ്റ് ഈസ് വെരി ഈസി എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് കൂൾ ആസ് കുക്കുംബർ. കൂൾ ആസ് കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി കാം. വെരി കാം. കൂൾ ആസ് കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി കാം. വെരി കാം, വളരെ ശാന്തതയോട് കൂടിയിട്ട്, വളരെ ശാന്തനായിട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞാൽ ശൈലികൾ അല്ലെങ്കിൽ ഇഡിയംസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇനി മാറിപ്പോരുത് കേട്ടോ. ശൈലികൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വേർഡുകൾ നമുക്ക് തരും. അപ്പം അതിൽ കാണുന്ന വേർഡ് ആയിരിക്കില്ല. അപ്പം നമ്മൾ വായിക്കുമ്പോൾ കൂൾ ആസ് എ കുക്കുംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുക്കുംബർ പോലെ കൂളാണ് എന്നതാണ് അർത്ഥം, അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കിട്ടുന്ന അർത്ഥമായിരിക്കില്ലല്ലോ ഇവിടെ ഉള്ളത്. ഇപ്പൊ നമ്മൾ എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കേക്കിന്റെ പീസ് എന്നാണ് നമുക്ക് അർത്ഥം വായിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ ഇതിന് ലിറ്ററലി ഇതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി. ഇറ്റ് ഈസ് വെരി ഈസി എന്നാണ് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഇൻ എ പിക്കിൾ. ആം ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആം ഇൻ എ പിക്കിൾ എന്ന് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഡിയമാണ്. അപ്പൊ ആ ഇൻ എ പിക്കിൾ എന്ന് പറയുന്ന ഇഡിയം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയോ? ഇൻ എ ട്രബിൾ. ഇൻ എ ട്രബിൾ. ഐ ആം ഇൻ എ
ട്രബിൾ. ഐ ആം ഇൻ എ പിക്കിൾ എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ എ ട്രബിൾ എന്നാണ്, ഞാനൊരു ട്രബിളിലാണ് എന്നതാണ് എൻ്റെ അർത്ഥം വരുന്നത്. ദെൻ അടുത്തത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു അധികം കേട്ടിട്ടുണ്ടാവും സ്റ്റൊമക്ക് ഇൻ ദ ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്. ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വല്ലാതെ നെർവസ് ആവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു അങ്ങനെ ഒരു നെർവസ്നെസ് ഉണ്ടാവില്ലേ ചില സമയത്ത് ഒരാളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു നെർവസ്നെസ് ഉണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്. ഓക്കെ, ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവസ് എന്നാണ് അർത്ഥം. എന്താണ് വരുന്നത്, നെർവസ്. ഓക്കെ, ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെർവസ്, ടു ബി നെർവസ്, വല്ലാതെ നെർവസ് ആവുന്നുണ്ട്, ഞാൻ വല്ലാതെ നെർവസ് ആവുന്നുണ്ട് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ആപ്പിൾ വെച്ചിട്ടൊക്കെ ഉള്ള കുറേ ഇഡിയംസ് ഉണ്ട്. ആപ്പിൾ വെച്ചിട്ടുള്ള കുറേ ഇഡിയംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ആപ്പിൾ വെച്ചിട്ടുള്ള ഇഡിയംസ്? ആപ്പിൾ ഇൻ ദ ഐ എന്ന് പറയും നമ്മൾ. ആപ്പിൾ ഓഫ് വൺസ് ഐ. ആപ്പിൾ ഓഫ് വൺസ് ഐ. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലവ് എന്നൊക്കെയാണ്. എക്സ്ട്രീംലി ലവബിൾ എന്നുവെച്ചാൽ അത്രയും സ്നേഹമുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഈ മലയാളത്തിൽ കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറയില്ലേ, കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ പറയില്ലേ, അതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് ആപ്പിൾ ഓഫ് വൺസ് ഐ. ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ലവബിൾ. ഈ ഒരു ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഈ ആപ്പിൾ വെച്ചിട്ടുള്ള ഇഡിയംസ് PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ലവബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണ് കണ്ണിലുണ്ണിയാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് എന്ത് ആപ്പിൾ ഓഫ് വൺസ് ഐ എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താണ് ആപ്പിൾ ഓഫ് പൈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എന്നാണ് അർത്ഥം. ആപ്പിൾ ഓഫ് പൈ ഓർഡർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ്, വെരി പെർഫെക്റ്റ് എന്നാണ്, വളരെ പെർഫെക്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേർഡിൽ നമ്മൾ എഴുതുന്ന മീനിങ് ആയിരിക്കില്ല അതിൻ്റെ ലിറ്ററലി മീനിങ് വരുന്നത്. അപ്പോൾ അതാണ് ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശൈലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തിനെ കുറിച്ചിട്ടായിരുന്നു? ശൈലികൾ, ഇഡിയംസ് എന്നതിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇഡിയംസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് പഴഞ്ചൊല്ലുകൾ പോലെയാണ്, നമ്മൾ പറയുന്നതായിരിക്കില്ല, ഒരു സാഹചര്യത്തെ മറ്റൊരു വേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പറയുന്നതാണ് എന്ത് പറയുന്നത്, ശൈലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.